ഹലോ എവ്രി വൺ, ഇന്ന് നമ്മൾ കുംബെ വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നിങ്ങൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും ഈ സ്ഥലം. നമ്മൾ പൂനെയിൽ നിന്ന് ഒരു 4 മണിക്കൂറിൻ്റെ അടുത്ത് യാത്ര ഉണ്ടായി. 3 മണിക്കൂർ കൂടുതലേ ഉള്ളൂ, പക്ഷേ നമ്മൾ നിർത്തിയൊക്കെ പോകുന്നതുകൊണ്ട് ഒരു 4 മണിക്കൂറിൻ്റെ അടുത്ത് യാത്ര ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾ കണ്ട് മടുത്തിട്ടുണ്ടാവും. എന്നാലും ഞങ്ങൾ ഇതുവരെ കാണാത്തതുകൊണ്ട് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ബൈക്കിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ അവിടെ എത്താറായി. ഇതാണ് കേട്ടോ ആ സ്പോട്ടിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. അവിടെ നമ്മളത് ക്ഷീണിച്ചിട്ട് വണ്ടി നിർത്തി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. ഇവിടെ നിന്ന് തന്നെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. വാട്ടർഫോൾ അല്ലെങ്കിൽ പോലും ഈ ഒരു മലയും ഇതിൻ്റെ താഴ്വാരവും ഒക്കെ കാണാൻ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. കാറ്റത്ത് ഞാൻ പറന്നു പോകുന്ന വരെ എനിക്ക് തോന്നി എൻ്റെ റെയിൻ കോട്ടൊക്കെ കീറിപ്പോകുന്നായിരുന്നു നമ്മുടെ സംസാരം. വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിലും അത്രയും ഫോഴ്സ് ഉണ്ടായിരുന്നു കാറ്റിന്. അപ്പം ഞാനും കൂടെ പറന്നു പോകുമെന്നുള്ള ടെൻഷനായിട്ട് ഞാൻ മതിലിൽ നിന്ന് താഴെ ഇറങ്ങി നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ പ്രെനീൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം പോയി അവിടെ കയറിയിരിക്കാം. അങ്ങനെ നമ്മളിത് അവിടെ പോയി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. അതിനുശേഷം കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെയും യാത്ര തുടങ്ങി കേട്ടോ. പിന്നെ പ്രെനിയാണ് വീഡിയോ എടുത്തതൊക്കെ. പ്രെനി എടുക്കാൻ തുടങ്ങിയൊക്കെ ഓക്കെ. പക്ഷെ നമ്മളൊരു അവിടെ ഒരു കുംബെ ടണലുണ്ട്. ആ ടണലിൻ്റെ അകത്തൂടെ പോയാലേ ഉള്ളിലെത്താൻ പറ്റുള്ളൂ. ടണലിലേക്ക് കയറിയപ്പോൾ ഫുൾ ഇരുട്ടായി. വേഗം ഞാൻ തന്നെ ക്യാമറ വാങ്ങി കൈ പിടിച്ചിട്ടോ. ഇതാണ് ആ ടണലിൻ്റെ വ്യൂ. അടിപൊളിയാണ്. ഇതിലൂടെ പോകുന്നൊരു നമ്മളെന്താ ഒരു ഫിലിമിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. ഇങ്ങനെ ഗുഹേൻ്റെ അടിയിലൂടെ പോകുന്ന പോലെ. ഇതെങ്ങനെ ഇവർ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്നുള്ള ഭയങ്കര അത്ഭുതമായിട്ടുള്ള കാര്യമാണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ അടിയിൽ കൂടെ വന്നത് ഭയങ്കര സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഉള്ളോട്ട് പോകണം. നമ്മൾ വാട്ടർഫോൾ കാണണമെങ്കിൽ അവിടെ റൂട്ടും മാപ്പും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്കാദ്യം പ്രെനി നമ്മൾ കുംബെ വാട്ടർഫോൾ കാണാൻ പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സ്ഥലമൊന്നും മനസ്സിലായില്ല. നമ്മുടെ വാരിസിൽ വിജയ് വന്ന് ബൈക്ക് നിർത്തിയിട്ട് നിൽക്കുന്ന സ്ഥലമില്ലേ അതെന്നൊക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് സംഭവം പിടികിട്ടിയത്. പിന്നെ ഞാൻ ആലോചിച്ചത് ഇതിൻ്റെ മുന്നേ ഇവിടെ ഒരു ഇൻഫ്ലുവൻസർ ഇതേപോലെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു മലയിടുക്കിൽ വേണ്ടി മരിച്ചു പോയിട്ടുള്ള ഭയങ്കരമായിട്ട് സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അധികം അടുത്തോട്ടൊന്നും പോയില്ല. നമുക്ക് ഇനിയും കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ നമ്മൾ ഭയങ്കര പ്രാക്ടിക്കലായിട്ടിരിക്കണമല്ലോ. അപ്പം പിന്നെ അത് മാത്രമല്ല, അങ്ങോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വേലിയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. മേ ബി ആ ഇൻസിഡൻറ്റിന് ശേഷമായിരിക്കും അങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ടാവുക. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ മാത്രമല്ല, ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.